കുറച്ച് കാലമായി ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ഞാൻ വിചാരിച്ചു. ഞാനേ ഇപ്പോൾ 2 ദിവസം മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ, മുണ്ടക്കോടുള്ളൊരു വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയിട്ട് അവിടെ വീട് ഹോം ടൂറെല്ലാം കഴിഞ്ഞതിന് ശേഷം വർക്ക് എടുത്തതിന് ശേഷം ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചാൽ അവരോട് നമ്മളെ വീട് വർക്ക് ചെയ്തിട്ട് എന്ന് വെച്ചാൽ വീട് കൂടി ഇരുന്നിട്ട് എത്ര വർഷമായി എന്ന് ചോദിച്ചു. ഇത് സിമ്പിളായിട്ട് പറഞ്ഞിട്ട് 10 വർഷമായിരുന്നു. അപ്പോൾ എനിക്ക് 10 വർഷമായിട്ടുള്ള വീട്ടിൽ മാർബിൾ ഇരിക്കുന്നത് 10 വർഷത്തിന് ശേഷം കേട്ടോ. അപ്പോൾ അതുവരെ ഞാൻ തിന്നില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവരോട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞ് എനിക്ക് വലിയ കടാക്കി എടുക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം കിട്ടുന്ന പൈസക്ക് ഇങ്ങനെ വർക്ക് എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മർക്ക് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഉമ്മർക്കയുടെ അയൽവാസിയാണ് അവർ. ഉമ്മർക്കും പറഞ്ഞു ഇങ്ങനെയൊക്കെ ടൈൽസിൻ്റെ വർക്ക് മുമ്പും നാട്ടിലുള്ള സമയത്ത് മുമ്പ് എടുത്തിരുന്നു. അപ്പോൾ ആ രീതിയിൽ മെറ്റീരിയലെല്ലാം നമ്മളെ ഷോപ്പിൽ നിന്ന് കൊണ്ടുപോയി വർക്കെല്ലാം എടുത്ത് മുപ്പര് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മാർബിളിൻ്റെ വർക്ക് എടുത്ത് ഉമ്മർക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ എനിക്ക് മുന്നേ ഒരു 2-3 വർഷമൊക്കെ മുന്നേ ഏകദേശം കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു എനിക്കും ഇങ്ങനെ നല്ലൊരു അനുഭവം ഉണ്ടായിട്ടോ. പക്ഷെ അന്ന് ഞാനിതിങ്ങനെ ആരോടും പബ്ലിക്കായി പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുക ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് വീട് വെച്ചിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ വർക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ വീട്ടിലേക്ക് വലിയ കടം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. കടം വെച്ചിട്ട് 2 തരം കാറ്റഗറി ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട് വെച്ചിട്ട് പിന്നെ അത് തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ കാലം ഓടുന്ന ആൾക്കാർ. അതല്ലെങ്കിൽ സമാധാനത്തോടെ വീട് വെച്ചിട്ട് കുടിയിരുന്നിട്ട് താമസം തുടങ്ങും. പിന്നെ പതുക്കെ അവരുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ചൊക്കെ വർക്ക് നടത്തുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു കഥ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റോറി അല്ല, ഒരു അനുഭവമാണ്. അപ്പോൾ അത് ജസ്റ്റ് അവരുടെ പേരും കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നത് നല്ല കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനത് ജസ്റ്റ് ഒരു കഥ രൂപത്തിൽ എനിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് നിങ്ങളോടൊന്ന് ചാറ്റ് ചെയ്യണം, ഇതുപോലെ സംസാരിക്കണം തോന്നി, അതിന് വേണ്ടിയിട്ടാണോ. 2-3 വർഷമായിട്ടുണ്ടാവും, ഏകദേശം 3 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവണം. കൊറോണ കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ ഈ പൊന്നാനിയാണെന്ന് തോന്നുന്നത്, ചാവക്കാട് ആ ഭാഗത്തു നിന്നാണ് അവർ എന്നെ വിളിച്ചു. ആ സമയത്തൊക്കെ ഞാൻ കൂടുതൽ കോളുകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇപ്പോൾ പിന്നെ കൂടുതൽ നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെയിൽസ് ടീമൊക്കെ ആയതിനു ശേഷം മെയിനായിട്ടുള്ള സെയിൽസ് കോളുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വല്ലാതെ ആ ഫീൽഡിലേക്കാണ് പോകാറില്ല. കാരണം അവർക്ക് അവരുടെ ഫ്രീഡം വിട്ടുകൊടുത്തേക്കാണ്. അവരെ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യും, എല്ലാ കാര്യങ്ങളും പക്ക ക്ലിയർ ആയിട്ട് തന്നെ ഡീൽ ചെയ്യുന്നുണ്ട് തന്നെ ഞാൻ ആ ഭാഗം ഇപ്പോൾ നോക്കാറില്ല. അന്ന് ഞാൻ എനിക്കൊരു കോൾ വന്നു. ഏകദേശം രാത്രി 11 മണിയോ 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ആ കോൾ ഇരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവരെ ഫ്രീ ടൈമിൽ വിളിക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് മാറിയിട്ടുള്ള ഭാഷകൾ കേൾക്കുമ്പോൾ നമുക്കൊരു താല്പര്യമാണല്ലോ. അവരുടെ സംസാര രീതി കേൾക്കുമ്പോൾ നമുക്കൊരു താല്പര്യമാണ്. പ്രത്യേകിച്ച് പൊന്നാനി ചാവക്കാട് ഭാഗത്തു നിന്നുള്ളൊരു സംസാര രീതി നമുക്കൊരു നിഷ്കളങ്കത ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സംസാരമാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ കേട്ടോ. അപ്പോൾ അവരൊരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഗൾഫിലാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ ഉണ്ട്. എന്നും ഞങ്ങളെ വീഡിയോ ഇങ്ങനെ എടുത്ത് കാണാറുണ്ട്. ഞാൻ വന്ന് കുളിച്ച് കിടന്നു കഴിഞ്ഞാൽ പിന്നെ കാണുക മൊബൈലിൽ ഇങ്ങനെ തട്ടുന്ന സമയത്ത് ഇങ്ങനെ ഓരോ വീഡിയോസ് കാണും. 1-2 പ്രാവശ്യം അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടു. പിന്നെ ഇങ്ങനെ അത് സ്ഥിരമായി. ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അപ്പോൾ ഞാൻ കമൻറ്റ് ചോദിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. കാരണം അങ്ങനത്തെ കമൻറ്റുകൾ കേൾക്കാണ്ടായിരുന്നു അന്നത്തെ ദിവസം. ഇന്ന് വീഡിയോ ഇട്ടില്ലല്ലോ, പുതിയ മാർബിളൊന്നും വന്നില്ലേ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് ആളെ പെട്ടെന്ന് കത്തി. അപ്പോൾ നമ്മളൊരു ആക്റ്റീവായിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവരും പെട്ടെന്ന് ഓർത്തോളന്നില്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മളെല്ലാവരും കാണുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ വിളിക്കുമ്പോൾ നിങ്ങളെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ചില ആളുകൾ നമ്മളിങ്ങനെ അവരോട് അറ്റാച്ച് ആവുന്ന അങ്ങനെ ചില എല്ലാ വീഡിയോയ്ക്ക് താഴെയും കമൻ്റ് ഇടും. അപ്പോൾ 1-2 കമൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചോളുന്നില്ല. എല്ലാ വീഡിയോയ്ക്ക് താഴെയും പല കമൻറ്റുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെത്ര വില, ഇതെവിടെ കിട്ടും, അങ്ങനെ പല രീതിയിലുള്ള കമൻറ്റുകൾ, നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ നമ്മളവരെ നോട്ട് ചെയ്യാറുണ്ട്. പിന്നെ അവർ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് പറയുമ്പോൾ ഇപ്പോൾ ക്ലിക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ഫ്രണ്ടായിരുന്നു ഇയാൾ. അങ്ങനെ ഞാനാണെങ്കിൽ അന്ന് നൈറ്റിൽ ഫ്രീ വർക്കെല്ലാം കഴിഞ്ഞ് അന്ന് ഫ്രീ ആയിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും കോളും ഒരുപാട് നേരം സംസാരിച്ചു. ഒരുപാട് നേരങ്ങൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് വീട് വെച്ചിട്ട് 5-6 വർഷമായി, പക്ഷേ ഫ്ലോർ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്കിങ്ങനെ അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ
കടം വാങ്ങിച്ചിട്ട് ചെയ്യാൻ എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. കടം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്തോ പോലെയാണ്. അപ്പോൾ അതില്ലാതെ ചെറിയൊരു വീട് വെച്ചു, ഒരു 1200 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ളൊരു വീട് വെച്ചു. പക്ഷേ ഇനി അടുത്ത് പെയിൻറ്റിങ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോറിങ് വർക്ക് ഉണ്ട്. ഇതൊന്നും കഴിഞ്ഞാൽ റാഹത്തായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് നിങ്ങളെ വീഡിയോ കാണുന്നത്. നിങ്ങളെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ എങ്ങനെയും വിളിക്കണം എന്ന് തോന്നി. പക്ഷെ എങ്ങനെ വിളിക്കും, എന്ത് പറഞ്ഞിട്ടാണ് വിളിക്കുക എന്നറിയില്ല. അങ്ങനെ ഞാൻ ഇന്ന് പെട്ടെന്ന് വിളിച്ചാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത്? അപ്പോൾ നമ്മൾ സാധാരണ നിങ്ങളെപ്പോലത്തെ ആൾക്കാരല്ലേ, നിങ്ങളെപ്പോലത്തെ ആൾക്കാർ വിളിക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവർ പറഞ്ഞ് എൻ്റെ കയ്യിലിപ്പോൾ ഒറ്റയടിക്ക് സാധനം വാങ്ങാനുള്ള പൈസ ഒന്നും ഇല്ല. നിങ്ങൾക്കറിയാലോ ഇവിടെ ഒരു ഹൗസ് ഡ്രൈവറായി നിൽക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ ലെവലിലൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടിക്കൊണ്ട് പോവാണ്. പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം വരവില്ലേ എനിക്ക് എന്തായാലും ഫ്ലോർ പണി ചെയ്യണം, വീടിൻ്റെ വർക്ക് എടുക്കണം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും വീടിന് നിലം വിരിക്കണേ നിങ്ങളിരുന്നേ വിരിക്കുള്ളൂ. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അതെന്താണെങ്കിലും ഞങ്ങളിരുന്നേ വാങ്ങുള്ളൂ. പക്ഷേ എനിക്ക് പൈസ ഇങ്ങനെ ഒരുക്കൂട്ടി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ പറയുക, നാട്ടിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടാകുമ്പോൾ അത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ മാറിപ്പോകും, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോകും. അപ്പോൾ എനിക്ക് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഫ്ലോർ വിരിക്കും വേണം, പണി കഴിച്ചിട്ട് മൊത്തം പെയിൻറ്റിങ് ഒക്കെ തീർത്തിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഏകദേശം 6 വർഷത്തോളമായില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ലല്ലോ, നിങ്ങളങ്ങനെ പൈസ ഒരുക്കിയിട്ട് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ചിലപ്പോൾ ഒരു EMI-ക്കാണോ ക്രെഡിറ്റ് ആണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ നമ്മളാണെങ്കിൽ ഈ കൊറോണ കഴിഞ്ഞ ശേഷം മുതൽ പിന്നെ ക്രെഡിറ്റ് എന്നുള്ള പരിപാടി പറ്റാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാക്ടറികളിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടിയിരുന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കുറച്ച് ക്രെഡിറ്റ് നമ്മുടെ ക്ലയൻസിനും കസ്റ്റമേഴ്സിനും കൊടുത്തിരുന്നു. പക്ഷേ കൊറോണ ഒക്കെ ആയ സമയത്ത് അവരത് ബ്ലോക്ക് ചെയ്തു, നമ്മളത് അതേപോലെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. കാരണം അതുവരെയുള്ള പൈസകൾ തന്നെ ഒരുപാട് കിട്ടാണ്ടായിരുന്നു. നമുക്കറിയാലോ, ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിനാണെങ്കിൽ പോലും നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളൊരു ശത്രുക്കളായി മാറും. അപ്പോൾ മാക്സിമം നമ്മൾ റെഡി ക്യാഷിന് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ 2 രൂപ കുറച്ചിട്ടാണെങ്കിലും നമുക്ക് ക്രെഡിറ്റ് ഇല്ലാതെ പോവുകയാണെങ്കിൽ നമുക്ക് അവരുമായിട്ടുള്ള ബന്ധം ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പോൾ ഇയാളോട് ഞാനിപ്പോൾ എനിക്ക് മൂപ്പർക്ക് എന്നോട് കുറേ വീഡിയോ കണ്ടിട്ടുള്ള ബന്ധമുണ്ടാവും. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ ഒരു 10-15 മിനിറ്റ് സംസാരിച്ചൊരു ബന്ധമുള്ളൂ. ഞാൻ മൂപ്പരോട് തുറന്നു പറഞ്ഞു, നമ്മൾ ക്രെഡിറ്റും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ റെഡി ക്യാഷാണ് ചെയ്യാറ്. പല ആൾക്കാർക്ക് ഇപ്പോൾ ഇത് വീഡിയോ കാണുന്നവരാരെങ്കിലും മുമ്പത്തെ എന്നോട് വിളിച്ച ആളുകളുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, തുറന്ന് പറയാറുണ്ട്. കാരണം നമുക്ക് ആ കാര്യം പക്ക ക്ലിയർ ആയിട്ട് തന്നെ പറയണം. EMI എന്ന ഓപ്ഷൻ നമ്മൾ ചെയ്ത് കൊടുക്കണേ ഇല്ല. കാരണം EMI ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ EMI-ക്കാർക്ക് 10 രൂപയോളം എക്സ്ട്രാ, 10% പറയാം. അപ്പോൾ ഏകദേശം ഒരു 100 രൂപേൻ്റെ സാധനം എടുത്ത് 110 രൂപയോളം ആയി. അപ്പോൾ അവർക്ക് 10 രൂപ നമ്മൾ എക്സ്ട്രാ കൂട്ടി കൊടുക്കണം. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റുമേ 10 രൂപ വെച്ച് കിട്ടിയ 10,000 രൂപ. അത് നിങ്ങളൊരു 3 മാസത്തെ 4 മാസത്തിന് ക്ലോസ് ചെയ്യുമ്പോഴേക്കും ആ 10,000 രൂപ എനിക്ക് എക്സ്ട്രാ കൂടാണ്. അപ്പോൾ ഞാനത് ആൾക്കാർ പറയില്ല, EMI എടുക്കണ്ട, എടുക്കണ നിങ്ങൾ 3 മാസം കഴിഞ്ഞിട്ട് പണി എടുത്താൽ മതിയല്ലോ. ആ പൈസ നിങ്ങൾ ഒരുക്കൂട്ടി വെച്ചോളി, എന്നിട്ട് വന്നോളി, നിങ്ങൾക്ക് 10,000 രൂപ കുറഞ്ഞ് കിട്ടില്ലേ. എന്തിനാ വെറുതെ അങ്ങനെ ലോൺ കൊടുത്തത്? ലോൺ എന്നുള്ള സംഭവത്തിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ആൾക്കാരുടെ അങ്ങനെ പറയാറ്. അതുകൊണ്ട് തന്നെ EMI എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ ഇതൊരു കേട്ടോ. ഒരുപാട് ആൾക്കാർ എപ്പോഴും വിളിക്കാറുണ്ട്, നിങ്ങളെന്താ ബജാജിൽ ചെയ്യാത്തത്, നിങ്ങൾ അങ്ങനെയുള്ള ഓപ്ഷൻ കൊടുക്കണം. ഒരുപാട് ആൾക്കാർ ഞങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മളിതുവരെ അത് ആ രീതിക്ക് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ ഞാൻ ഓപ്പണായി ആളോട് തന്നെ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, EMI അല്ലെങ്കിൽ ലോണോ കാര്യങ്ങളൊന്നും ക്രെഡിറ്റ് ആയിട്ടുള്ള ഓപ്ഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതിന് വേണ്ടിയിട്ടല്ല, ഞാൻ അതല്ല പറഞ്ഞത്, എനിക്കും അതിനോട് ഒരു താല്പര്യമില്ല. ഞാൻ വരുമ്പോഴേക്കും എന്തായാലും 5-6 മാസം 6 മാസത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ഓരോ മാസവും എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ അക്കൗണ്ടിൽ അയച്ചതാ. അപ്പോൾ എനിക്ക് എന്നിട്ട് വീട്ടുകാരൊക്കെ എന്തായാലും മാർബിളൊന്നും എടുക്കാൻ അവരും വീഡിയോ കാണുന്നവരാണ്. പക്ഷെ അവർക്കും അറിയാം എന്നെ കൊണ്ട് മാർബിൾ എടുക്കാൻ പറ്റൊന്നുമില്ല എന്നുള്ള അറിയാം. അപ്പോൾ എനിക്ക് അവരെ ഉപ്പൻ്റെയും ഉമ്മേൻ്റെയും അതേപോലെ വൈഫിൻ്റെ ഒക്കെ മുന്നിൽ എനിക്ക് വീട്ടിൽ മാർബിൾ വിരിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ കേട്ടോ, ഇത് ജസ്റ്റ് നിങ്ങളൊരു അനുഭവമാണ്. പക്ഷെ അത് ഞാൻ നിങ്ങളോട് എന്തിനാ പറയുന്നത് വെച്ചാൽ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടോ. അല്ലാതെ ഞാനിത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളോടൊന്ന് സംസാരിക്കണം തോന്നി. യൂട്യൂബ് ചാനലിനകത്ത് മുമ്പൊക്കെ ഞാൻ ഒരുപാട് ഇതുപോലെ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ. 5-6 വർഷം മുന്നൊക്കെ ഒരുപാട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് സംസാരിക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഓപ്പണായി സംസാരിക്കാൻ വേണ്ടിയിട്ടത്. എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഉപകാരപ്പെടാവുന്നൊന്നും എനിക്കറിയില്ല. ടൈമുള്ളവർ കേൾക്കുക, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവുക. ഇതിൽ നിങ്ങൾക്ക് ചിലർക്കൊന്നും ഇതിൽ വാല്യൂ ഉള്ള ഒന്നും ഉണ്ടാവില്ല. ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ, എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. അങ്ങനെ അപ്പോൾ പൈസ തരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പൈസ ഞാൻ അവരുടെ നിന്ന് വാങ്ങിച്ചു വെക്കുക,
5-6 മാസം പൈസ വാങ്ങിച്ചു വെച്ചിട്ട് ഇവിടെ വരുന്ന സമയത്ത് മെറ്റീരിയൽ മൂപ്പര് കൊടുക്കാൻ പറ്റിയ മെറ്റീരിയൽ മൂപ്പര് ഉദ്ദേശിച്ച മെറ്റീരിയൽ ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ? കാരണം അത്രയും പൈസ ഞാൻ എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ആ പൈസ എല്ലാം കൂടി തിരിച്ചു കൊടുക്കുമ്പോഴേക്കും അതൊരു അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും, നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് മെറ്റീരിയലൊന്നും സെലക്ട് ചെയ്യാതെ ഓപ്ഷൻ ഉണ്ടോ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് 15 ദിവസത്തിനുള്ളിൽ നമുക്കത് മെറ്റീരിയൽ ഡെലിവറി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ ഇപ്പോൾ എനിക്ക് മെറ്റീരിയൽ ഏതും കാണിച്ചിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ ഉള്ള മെറ്റീരിയലൊക്കെ കൊടുത്തോളി, അന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ വരും, എൻ്റെ വൈഫിനെയും എൻ്റെ ഉപ്പാനെയും ഉമ്മേനെയൊക്കെ കൂട്ടി വരും, ആ സമയത്ത് ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും അന്ന് അത്രയും നമ്മളോട് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ നമ്മളെ വിശ്വസിക്കുന്നതാണ്. എൻ്റെ വീഡിയോസ് മാത്രം കണ്ടിട്ട് വിശ്വസിച്ച ഒരാളാണ്. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ അതിൻ്റെ ശേഷം പിന്നെ അന്ന് ഞാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചു. പിന്നെ ഇടയ്ക്ക് വാട്സാപ്പിലെ മുമ്പ് ഇങ്ങനെ കോൺടാക്ട് ചെയ്യും, ഇങ്ങനെ ചെയ്യും. അതിന് ശേഷം പിന്നെ അധികം എന്നായിട്ടൊന്നും കോൺടാക്ട് ഉണ്ടായിട്ടില്ല. നമ്മളെ സെയിൽസ് ടീമിനായിട്ടും കോൺടാക്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളും വർക്കിനെ കുറിച്ചൊക്കെ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ മാസം അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ വരും. ഏകദേശം ഒരു 15,000-20,000 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു വന്നിരുന്നത് ആദ്യം. അങ്ങനെ വന്ന് 5-6 മാസം വന്നു പൈസ. ഞാനത് സെപ്പറേറ്റ് നമ്മളെ അക്കൗണ്ടിലേക്ക് നോട്ട് ചെയ്ത് വെച്ചു. ഇയാൾ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളെ സെയിൽസ് ടീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെയിൽസ് ടീമിനൊക്കെ വിളിച്ച് അവർ നാട്ടിൽ വന്ന് ഉപ്പയും ഉമ്മയൊക്കെ വരുന്നുണ്ട്. ഉപ്പയും ഉമ്മീൻ്റെ അന്ന് എനിക്ക് മൂപ്പരെ കാണണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളൊരു പല ആൾക്കാരും പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ വന്ന് 2 ദിവസം കൊണ്ടൊക്കെ പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അത്രയും റിലേഷൻ ഇല്ല. ഇതൊരു ലോങ് റിലേഷൻ ആട്ടോ. അവരോട് ഒരുപാട് കാലം സംസാരിച്ചിട്ടുണ്ടായ റിലേഷൻ. അപ്പോൾ എനിക്ക് അവരെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ട് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അവരൊന്നും ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടല്ല കേട്ടോ അതൊന്നും മാർബിൾ നോക്കുന്നത്. കാരണം ജസ്റ്റ് വന്ന് ഇങ്ങനെ നോക്കി പോവാം. ഇപ്പം നമ്മൾ വൈറ്റൊക്കെ കാണിച്ചെടുക്കുമ്പോൾ ഭയങ്കര വിലയാണ്. അപ്പോൾ അവരൊന്നും ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കും, അവർ തിരിച്ചു പോകും. പിന്നെ അങ്ങനെ അവസാനം പോയി ഇങ്ങനെ നോക്കി. മൂപ്പർക്ക് താല്പര്യം GT കാറ്റഗറിപ്പെട്ട കല്ലിനോടായിരുന്നു. അങ്ങനെ GTയിൽ ഒന്ന് നോക്കി. മൂപ്പർ ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. വൈഫും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ വൈഫിനൊക്കെ അറിയാം അയാളുടെ കയ്യിൽ പൈസ ഇല്ല, കാര്യങ്ങളില്ല എന്നൊക്കെ അറിയാം. ഇപ്പം എങ്ങനെ കടങ്ങ് വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവും എന്നുള്ളതിലായിരിക്കും അവർക്കും കുഴപ്പമില്ല. അവർക്ക് ഏതായാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇരിച്ചാൽ മതി, റേറ്റ് കുറഞ്ഞ് നമുക്ക് ഉപ്പിമ്മയൊക്കെ ഒറ്റ റേറ്റ് കുറഞ്ഞ് നമുക്ക് ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ എല്ലാം പർച്ചേസ് ചെയ്ത് എനിക്കൊന്ന് ഏകദേശം ആ സമയത്ത് ഏകദേശം GTക്ക് വില 75 ആ റേഞ്ചിലൊക്കെയാണ്. ഇപ്പോൾ വില കൂടിയിട്ടുണ്ട്. 75-80 ഉള്ളിലൊക്കെ ആയിരുന്നു അന്നത്തെ വില. അന്ന് അതിൽ ഏറ്റവും നല്ല കല്ല് തന്നെ മൂപ്പര് സെലക്ട് ചെയ്ത്. അപ്പോൾ ഈ പൈസ ഉള്ള കാര്യം എനിക്കറിയാം, ഇനി ഉപ്പാക്കും ഉമ്മയ്ക്കും അറിയണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ഇതായിട്ടുണ്ടാവുക. ഏകദേശം അയാൾ പർച്ചേസ് ചെയ്തപ്പോൾ ബാലൻസ് വന്ന് ഏകദേശം ഒരു 10,000 രൂപ ആ റേഞ്ചിൽ, ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാലൻസ് എമൗണ്ട് ഇത്ര കാണിച്ചെടുത്തപ്പോൾ ഉപ്പ നെട്ടി. അപ്പോൾ പൈസ ബാക്കിയൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചു. ലോണാണോ അങ്ങനെ എന്തെങ്കിലും ഇതിലേക്കാൻ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. അല്ല, അപ്പോൾ ഞാൻ ഉപ്പാണ്ട് പറഞ്ഞു ബാക്കി പൈസയൊക്കെ തന്നുകൊള്ളല്ലോ. അപ്പോഴാണ് അയാൾ ചിരിച്ചിട്ട് ഉപ്പാണ്ട് കാര്യം പറഞ്ഞേ, ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് പൈസ, ബാക്കിയൊക്കെ ഞാൻ 6 മാസമായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വരുമ്പോൾ വാങ്ങണം, കടമില്ലാതെ വാങ്ങണം എന്ന് വെച്ചാൽ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ ഉപ്പ നിർത്തിയത്. അപ്പോൾ ഉപ്പ ഹാപ്പിയായി, ഉപ്പമ്മയൊക്കെ ഹാപ്പി ആയിട്ടാണ്. കാരണം കയ്യിൽ കടമൊന്നുമില്ലാതെ നല്ല സാധനം വാങ്ങിച്ചു പോകില്ല അവർ ഭയങ്കര ഹാപ്പിയായി. എനിക്കിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ വിളിക്കാറുണ്ട്, ഇങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ തരട്ടെ, എടുത്തു വെക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് നമ്മൾ സെയിൽസ് ടീം പറയും. നമുക്കൊരു ഇതുണ്ടാവില്ല. കാരണം വെച്ചാൽ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോൾ സ്വർണ്ണമൊക്കെ വാങ്ങുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കല്യാണത്തിന് മുന്നേ കുറച്ച് പൈസ കൊടുത്തിട്ട് സമ്പാദ്യം, അങ്ങനത്തെ ഓരോ സമ്പാദ്യ നിധികളോ അങ്ങനെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിതുവരെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്കാണെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനും ഇല്ല. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു കഥ ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിച്ചത് മാത്രം. പല ആൾക്കാരുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ. ഞാൻ ഇനി ഇങ്ങനെ ചെയ്യണം എന്ന് ഒരാളോട് പറയുന്നില്ല കേട്ടോ. എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ചെറിയൊരു കഥ പറയണമെന്ന് തോന്നി, അത് മാത്രമാണ്. അല്ലാതെ നമ്മളിതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അവസാനം നിങ്ങൾ വരിക. കാരണം എൻ്റെ ഷോപ്പിൽ നിങ്ങൾ വരുന്ന സമയത്തെല്ലാം മെറ്റീരിയൽ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഷോപ്പിലേക്ക് പോകണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്പ്രയാസമാവും. എനിക്ക് ഞാൻ തരും, എന്തായാലും 100% തരും. പക്ഷേ ചില ആൾക്കാർക്ക് അത് ചോദിക്കാനൊരു മനപ്രയാസം ഉണ്ടാവും. പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഇങ്ങനെ സംഭവം ഉണ്ടായ സമയത്ത് ഞാൻ 10 വർഷമായി എന്ന് പറഞ്ഞല്ലോ മറ്റേ ആള്. അപ്പോൾ അവർ അങ്ങനെ ചെയ്തപ്പോൾ അവരുടെ കഥ എന്താണെന്ന് വെച്ചാൽ അവർ നാട്ടിലൊരു കുറി കൂടിയിരുന്നു. അപ്പോൾ ആ കുറി പൈസ കിട്ടിയ സമയത്ത് അയാൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞു.
ഓരോരുത്തർ ഇങ്ങനത്തെയൊക്കെ ഇങ്ങനെ കുറിയിൽ ഇങ്ങനെ ചേരുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ വീട് വർക്കൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. വർക്കൊക്കെ നല്ല 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 രസമുണ്ടായിരുന്നു കാണാനൊക്കെ. മൊത്തം വർക്കും കാര്യങ്ങളൊക്കെ കണ്ട് ഞാനവിടെ പോയി വർക്കും വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇതാണ് ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ്. ആർക്കെങ്കിലും ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതുപോലെ വീട് വെക്കുമ്പോൾ കടം ഉണ്ടാവാതെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ, കൂടുതലായിട്ടൊന്നുമില്ല. എനിക്കറിയില്ല എനിക്ക് എത്രത്തോളം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ശരി, പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.